MCFFൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. പെട്ടി വീട് മാറ്റി നല്ലൊരു ബംഗ്ലാവ് പോലെ തോന്നിക്കുന്നൊരു വീട് ഇവിടെ ഇങ്ങനെയായിട്ട് അവിടെ ഇങ്ങനെയായിട്ടൊരു വീട് പണിയണം. ഈ വീട് എന്നിട്ട് പൊളിച്ച് നമ്മൾ അങ്ങോട്ട് മാറുന്നു. പിന്നെ നമുക്ക് അതിനാവശ്യമുള്ള സാധനങ്ങൾ ഇതിനകത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കല്ലൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി. കുറച്ചുകൂടി കല്ല് വേണ്ട വരും. ഞാൻ എന്നാൽ അത് കുറച്ച് കല്ലും കൂടി എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ചുമര നമ്മളങ്ങനെ ആ കല്ലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഇവിടെ ഇങ്ങനെയായിട്ട് നമ്മുടെ ബംഗ്ലാവ് ഉണ്ടാക്കി പോകുന്നത്. വെറും കല്ല് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ബംഗ്ലാവെന്ന് തോന്നി എനിക്ക്. ഞാൻ ബംഗ്ലാവാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ എന്ത് തോന്നുന്നു കമൻറ്റിൽ പറയുക. പിന്നെ എനിക്ക് ആർമർ ആവാനുള്ള സാധനങ്ങൾ ഞാൻ ഇത് കുക്ക് ചെയ്യാനിട്ടുണ്ട്. നോക്കട്ടെ ആർമർ ഇപ്പോഴേ എനിക്ക് ആവാൻ പറ്റുമെന്ന്. ആർമറായി വെച്ചാൽ നമ്മൾ ആർമറായി. നമ്മുടെ മേത്ത് ആർമറുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ കാണിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ നമുക്ക് കാണാം. കണ്ട ആർമറില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയായിരിക്കും. കണ്ട ആർമർ ഇട്ടപ്പോൾ കിടുവല്ലേ. ആർമർ ഇട്ടപ്പോൾ സീന് ആർമർ ഇട്ടിട്ടുണ്ട്. നമ്മളിവിടെ വീടും ഉണ്ടാക്കാൻ പോകണം. വലിയ സെറ്റപ്പൊന്നും ഉണ്ടാവില്ല എന്ന് വെച്ച് ഇത് നേരെ തന്നെയല്ലേ. വെറും പെട്ടി വീടും ആയിരിക്കില്ല. അതുക്കും മേലെ വെറുതെ 2 കല്ല് വെച്ച് ഇത് വേണ്ട എന്നോട്. അത് 2 ഇവിടെ ഇങ്ങനെ വെക്കാനാണ്. ഇങ്ങനെയൊക്കെ വെച്ചിനോട് കല്ല്. നമ്മളതിൻ്റെ അളവും ഇതൊന്നും നോക്കുന്നില്ല. നമ്മളതിൻ്റെ നേരെ വന്നിട്ട് ഇപ്പോൾ വളഞ്ഞല്ലോ. ഇവിടെ ഒന്ന് വെക്കാണ്. പിന്നെ ഇതിൻ്റെ നേരെ ഇവിടെ പുല്ലാണ്. പുല്ല് വെട്ടാൻ നമ്മളടുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് കൈ കൊണ്ട് തന്നെ വെട്ടിയിട്ട് ഇതിൻ്റെ നേരെ ഇവിടെ ഇങ്ങനെയായിട്ടൊരു കല്ല് വെക്കുന്നു. അവിടെയും 2 വെക്കുന്നു. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ലാഗുണ്ട് വെച്ചാൽ നല്ല രീതിക്ക് ലാഗുണ്ട്. അതുകൊണ്ട് സ്ക്രീനിങ് തന്നെ ശരിയായിപ്പോൾ. നിങ്ങളാരും സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഇത്ര കഷ്ടപ്പെട്ട വീഡിയോ ഉണ്ടാക്കുന്നത്. ഒന്നാമത് ഫസ്റ്റ് ലാഗ്. ചെറിയ 2G മൊബൈലാണ് ഇത് കളിക്കുന്നത്. പിന്നെ ഇവിടെ റേഞ്ച് കുറവാണ്. അപ്പോൾ ഞാനിവിടുന്ന് കുറേ അങ്ങ് പോയിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അത് ഹോട്ട്സ്പോട്ട് വലിച്ചിട്ട് നെറ്റും ഒരു ദിവസത്തെ ഫുൾ നെറ്റും തീരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വീടിൻ്റെ അടിത്തറ കെട്ടിയിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം അടിത്തറ കെട്ടിയിട്ടുണ്ട്. ഇതിന് കുറേ കല്ല് വേണ്ട വരും മച്ചാമരെ. ഇവിടെ നിന്ന് ഇനി 3 വേണ്ടിട്ട് 3 ഡിസൈനിങ് ആയിരുന്നു. സെൻറ്റർ പാക്കാത്താന്ന് വിശ്വസിക്കുന്നു. സെൻറ്റർ ഭാഗം നമുക്ക് ഇനി പൊളിച്ചെടുക്കാം. എവിടെയാണെന്ന് വെച്ചാൽ സ്ക്രീൻ അതുകൊണ്ട് എൻ്റെ ഷെയ്ക്കാവുന്നില്ല, ലാഗുള്ളതുകൊണ്ട്. ഞാൻ പുതിയ വേറൊന്നും ഉണ്ടാക്കാമെന്ന് വെച്ച് വന്നേ.
വേറെ രീതിയിലുള്ള വീട്. ഇപ്പോൾ ഇങ്ങനൊരു ഡിസൈൻ കിട്ടിയോണ്ട് ഇങ്ങനൊരു ഡിസൈനിൽ തന്നെ നല്ലൊരു വീടുണ്ടാകാൻ നോക്കണം. ഇതിവിടെ വേണ്ട. ഷീൽഡ് ഒന്ന് മാറ്റി പിടിക്കട്ടെ. മുമ്പോട്ട് വന്നേക്കാം. സൈഡിൽ നമുക്ക് ഇങ്ങനെ തന്നെ കൊടുക്കാം അല്ലേ. ഈ ഡിസൈന് എന്ന് വെച്ചാൽ ഇവിടെ ഒരു കിടു വരുന്നുണ്ട്. നമുക്ക് എടുത്ത് വെച്ച് കല്ല് തികഞ്ഞില്ല വെച്ചാൽ വല്ലാത്തൊരു ചെയ്ത്തായിപ്പോയത്. ഓക്കെ, കറക്റ്റ് സെൻറ്റർ ഭാഗം ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. കറക്റ്റ് സെൻറ്ററല്ല, നേരത്തെ സെൻറ്ററല്ല. കറക്റ്റ് സെൻറ്റർ തന്നെ. ഒരു സോഫ മത്തി വെച്ചാലുണ്ട്. ഞങ്ങൾക്ക് ഇതും കൂടി കുറച്ച് കല്ലെടുത്തിട്ട് വീണ്ടും കാണാം. അപ്പോൾ വെച്ചാൽ വരെ നമ്മൾ അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള കല്ലെടുത്തിട്ടുണ്ട്. ഇവിടെ വെച്ചില്ലേ നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് സൈഡും ബ്ലാങ്ക് ആക്കി വെച്ചിരിക്കുന്നത് വെച്ചാൽ ബ്ലാങ്ക് അല്ല, പക്ഷെ ബ്ലാങ്കാണ്. ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ വീടിൻ്റെ പണി എടുത്തുകൊണ്ട് പോകുമ്പോൾ തന്നെ ആവാൻ വേണ്ടി നമുക്ക് കുറച്ച് വേറെ സാധനങ്ങൾ. ഇത് കത്തിക്കഴിഞ്ഞില്ലേ? ഫുഡൊക്കെ തീരും നമ്മുടെ. കുറച്ച് ശവലമാണ്. കുറച്ച് ശവലല്ല എൻ്റെ കയ്യിൽ. ശവലല്ല, കുറച്ച് മണലാണ്. ചില്ലുണ്ടാക്കണ്ടേ, വീടിന് ചില്ല് വെക്കണ്ടേ, ജനാല വെക്കണ്ടേ. ജനാല വെക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് മണ്ണെടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. മണ്ണെടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള കിട്ടിയെന്ന് വിചാരിക്കുന്നു. വീട് പണി അവിടെ തന്നെ ഉണ്ട്. ഇപ്പം നൈറ്റായി തുടങ്ങി. നമുക്ക് ഉള്ള സാധനങ്ങൾ വെച്ച് കത്തിക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ കത്തിക്കാൻ വലുതായിട്ടൊന്നുമില്ല. 2 കോളുണ്ട്. മരം വെച്ചാൽ കത്തിക്കുക. ഇത് 39 ഉണ്ട്, അതങ്ങനെ എടുത്ത് കത്തിക്കുക. എന്തോ ആവശ്യത്തിന് ഉണ്ടാക്കി വെച്ചേ. അപ്പോൾ ക്ലാസ് അവിടെ ആവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് കിടന്നുറങ്ങി രാവിലെ വീട് പണി പുരോഗമിപ്പിക്കാൻ വെച്ചാൽ അപ്പം ഇപ്പം തന്നെ രാവിലെ ആവും. രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ വീട് പണി തുടരെ നമ്മൾ മേൽക്കൂര ലാസ്റ്റ് വെക്കുള്ളൂ. മേൽക്കൂര ലാസ്റ്റ് വെക്കുന്നതിന് എന്താണെന്ന് വെച്ചാൽ സോംബീസ് കയറാണ്ടിരിക്കും. കണ്ടാ, സോംബി ഉള്ളി സ്പോണാൻ വേണ്ടിക്കും. വലിയ ഉള്ളി സ്പോണോ. ഞാൻ തൊട്ടില്ല അതിന് ചത്ത്. പാവം സോംബി. നമുക്കിവിടെ ആവശ്യത്തിന് വുഡുണ്ട്, മരമുണ്ട്. വുഡിൻ്റെ മരമുണ്ടെല്ലാം അത്യാവശ്യം ആവശ്യത്തിനുണ്ട്. നമ്മളിതിന് നമ്മളെടുക്കുകയും കഴിഞ്ഞിട്ടില്ല. നമ്മളൊരു സാധാ ബംഗ്ലാവിന്ന് ഉദ്ദേശിച്ചത് അത് മൈൻഡാക്കണ്ട. നമ്മളൊരു സാധാ ഒരു പണക്കാരുടെ കൂട്ട് ഒരു ഉണ്ടാക്കുന്നത്. വലിയ രസമൊന്നും ഉണ്ടാവില്ല. ഒരു സാധാ വീട്. നോക്കട്ടെ രസം ഉണ്ടാവുന്നത്. ഇവിടെ ഒരു ഇത് വെച്ച് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ഇതുണ്ടാക്കാം. എന്നിട്ട് നമ്മൾ ഈ 2 കല്ലും പൊട്ടിച്ചുള്ള കുറച്ച് നല്ല മഴയുണ്ട് ഇവിടെ. നല്ല മഴയത്താണ് ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് വോയിസിന് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. നല്ല രീതിക്ക് ഇവിടെ മഴ പെയ്യുന്നുണ്ട്. പിന്നെ എന്താണെന്നറിയില്ല, മഴ ഭയങ്കരമാണ്. ഓക്കെ, മഴ നല്ല രീതിക്കുള്ളതുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മേൽക്കൂര ഏകദേശം, മേൽക്കൂരയല്ല മുൻഭാഗം. ഈ സാധനം ഇവിടെ വേണ്ട.
ആ മേൽക്കൂര നമുക്ക് വേണ്ട. പക്ഷെ മേൽക്കൂരല്ലേ ഈ സാധനം ഇപ്പോൾ വേണ്ട. ഉണ്ടോ? ഓ സീന് സാധനം, എനിക്കിഷ്ടപ്പെട്ടു. നമ്മളിത് വെച്ച് വലിയ ഡിസൈനൊന്നും ആക്കുന്നില്ല. ഇത് കത്തിക്കഴിഞ്ഞു. പക്ഷേ നമ്മൾ വന്ന് ഇടാൻ മറന്നു ഇല്ലേ. നമ്മൾ ഇതിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുണ്ടാക്കാനായിരുന്നു വന്നേ. ഇതിലുള്ള ഇത് വെച്ച് ലൈറ്റപ്പ് ചെയ്ത് പിന്നെ നമ്മുടെ അടുത്തുള്ള കുറച്ച് സ്റ്റോണും എടുത്ത് റൂഫും ഉണ്ടാക്കി ഇട്ടാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് നമ്മുടെ ചില്ല് ഓക്കെ. ചില്ല് നമുക്ക് കുറേ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ, തികയോന്ന് അറിയില്ല. എനിക്ക് നല്ല രീതിയിൽ ലാഗുണ്ട്. എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ കളയണം. ഇത് ഇട്ട് കഴിഞ്ഞിട്ട് വേണം കുറച്ച് ക്ലിയർ ചെയ്യാൻ. പിന്നെ ഇത് രണ്ടാമത്തെ ദിവസമാണ് ഇടുന്നത്. ഞാൻ ഇന്ന് തന്നെ 2 വീഡിയോ, ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോൻ്റെ കൂടെ 2 വീഡിയോ ഇടണം, ഒരുമിച്ച് 2 വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ എനിക്ക് പറ്റിയില്ല. എന്ന് വെച്ചാൽ ഞാൻ ആദ്യം അങ്ങ് പോകണമെന്ന് പറഞ്ഞില്ലേ, പോയപ്പോൾ എഡിറ്റ് ചെയ്തതിൽ കുറച്ച് പോരായ്മകളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇടാണ്ട് തിരിച്ച് വന്ന്. പിന്നെ തമ്പ്നെയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് 2 കാരണമുള്ളതുകൊണ്ട് പിന്നെ നാളെ ഇടാമെന്ന് മാറ്റി വെച്ച്. ഈ 2 കൊണ്ടൊക്കെയാണ് ബിൽഡ് ചെയ്യുന്നത്. കറക്റ്റ് ഇതിനായിട്ട് ഉണ്ടാക്കിയ പോലെ തന്നെ ബാക്കി 5 ഉണ്ട്. നമ്മൾ റൂഫ് തൽക്കാലത്തേക്കില്ലോ, എൻ്റെ റൂഫ് തൽക്കാലത്തേക്ക് ജസ്റ്റ് ഒന്നുമില്ല. സൈഡാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യാൻ പോകുന്നത്. നല്ലൊരു വൃത്തിക്ക് ലാഗടിക്കുന്നതുകൊണ്ട് എൻ്റെ സ്ക്രീനൊക്കെ തന്നെ ഇങ്ങോട്ടെങ്കിലൊക്കെ പോകുന്നു. എനിക്ക് നല്ല ഉണ്ടാകുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി എഡിറ്റ് ചെയ്ത് ഇടുന്നത്. അപ്പം നിങ്ങൾ സബ് ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും, എന്തുവാ മച്ചാമാരെന്ന് ചോദിക്കേണ്ടതായിരിക്കും. പിന്നെ ഇവിടെ ഞാൻ റൂഫിന് വേണ്ടി ഒരു സ്ഥലം ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് മേളിലൊരു സ്ഥലം ഉണ്ടാകണം. ഇവിടെ ഈ റൂഫിൻ്റെ വീഡിയോ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു ചെറിയ ഹോം മേക്ക് ചെയ്യുക, നമ്മൾ അതിനകത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക. നമ്മുടെ ഹോം മേക്കിങ് ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ഹോമിലേക്ക് 2 വാതിൽ നമുക്കെന്നാൽ ഇത് തന്നെ പൊളിച്ചുകൊണ്ട് പോവാം. നമ്മുടെ വാതിൽ തന്നെ പൊളിച്ചുകൊണ്ട് പോവാം. നമ്മുടെ അടുത്ത് 2 വാതിൽ ഉണ്ടായിരുന്നു, വേണ്ടായിരുന്നു വാതിൽ. കുഴപ്പമില്ല, ഇരുന്നോട്ടല്ലേ. ഓക്കെ, സ്റ്റെയർ കേസ് അത് നല്ല രീതിക്ക് ഡിസ്പ്ലേ ഷേക്കാവുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എനിക്ക് നല്ല രീതിയിൽ ലാഗ് അടിക്കുന്നുണ്ട്. അതുമാത്രം ലാഗും അടിയുന്നുണ്ട്. വീഡിയോ ചെറിയ സ്ലോ പോലെയോ എന്തേ തോന്നുന്നുണ്ടെങ്കിൽ ലാഗ് അടിക്കുന്നതുകൊണ്ടാണ്. റെസ്പോൺസ് അതിൻ്റെ സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇവിടെ ഇത്രയാക്കി നിർത്തുകയാണ് ചാനൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.